മൂന്നാം T20യിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ മുട്ടുകുത്തിച്ചു. ഇംഗ്ലണ്ടിന്റെ ജയം 26 റൺസിന്. IDFC ഫസ്റ്റ് ബാങ്ക് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് T20 സീരീസിലെ മൂന്നാം T20യിലും ടോസ് നേടി ഇന്ത്യ ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 5 മാച്ചുകളുടെ പരമ്പരയിൽ 2-0 മുന്നിട്ട് നിൽക്കുകയായിരുന്ന ഇന്ത്യ പ്ലേയിങ് 11ൽ എന്നൊരു മാറ്റവുമായാണ് കളിക്കാനിറങ്ങിയത്. സ്റ്റാർ പേസർ അർഷദീപ് സിംഗിന് വിശ്രമം അനുവദിച്ച് പരിക്കിന് ശേഷം തിരിച്ചെത്തിയ മുഹമ്മദ് ഷമിക്ക് ഒരു അവസരം നൽകുകയായിരുന്നു. ഷമി തന്നെ ഇന്ത്യൻ ബൗളിംഗ് ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ 6 റൺസാണ് ഇംഗ്ലണ്ട് സ്കോർ ചെയ്തത്. എന്നാൽ രണ്ടാം ഓവർ എറിയാനെത്തിയ ഹാർദിക് പാണ്ഡ്യ രണ്ടാം ഓവറിൽ മൂന്നാം ബോളിൽ ഫിൽ സാൾട്ടിനെ അഭിഷേക് ശർമ്മയുടെ കൈകളിലെത്തിച്ച് ഇംഗ്ലണ്ടിനെ ആദ്യ പ്രഹരമേൽപ്പിച്ചു. ഫിൽ സാൾട്ട് ഔട്ടായതിനു ശേഷം ആക്രമണത്തിന്റെ ചുക്കാൻ ഏറ്റെടുത്ത ബെൻ ഡക്കറ്റ് രണ്ടാം ഓവറിന്റെ അവസാന പന്തിൽ ഹാർദിക് പാണ്ഡ്യയെ ഒരു ബൗണ്ടറി അടിച്ചാണ് തുടങ്ങിയത്. തുടർന്ന് മൂന്നാം ഓവർ എറിയാനെത്തിയ മുഹമ്മദ് ഷമിയെ ഒരു 6-നും 4-ാം ഓവർ എറിയാനെത്തിയ ഹാർദിക് പാണ്ഡ്യയെ തുടരെ 3 4-ഉം അടിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒരു ബ്രേക്ക് ത്രൂവിനായി സ്പിൻ അറ്റാക്കിങ്ങിന് വേണ്ടി വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവന്നെങ്കിലും 2 4-ഉം ഒരു 6-ഉം സഹിതം 15 റൺസും ഒരു റിവ്യൂവും ഇന്ത്യക്ക് ആ ഓവറിൽ നഷ്ടമായി. തുടർന്ന് സ്പിന്നർമാരെ മാറി മാറി നടത്തിയ പരീക്ഷണങ്ങൾക്കൊടുവിൽ 9-ാം ഓവറിൽ ജോസ് ബട്ട്ലറെ സഞ്ജു സാംസന്റെ കൈകളിലെത്തിച്ച് വരുൺ ചക്രവർത്തി ഇന്ത്യക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകി. 28 ബോളിൽ 51 റൺസ് എടുത്ത ബെൻ ഡക്കറ്റിനെ 10-ാം ഓവറിലെ അവസാന ബോളിൽ അക്ഷർ പട്ടേൽ അഭിഷേക് ശർമ്മയുടെ കൈകളിലെത്തിക്കുമ്പോൾ ഇംഗ്ലണ്ട് സ്കോർ ബോർഡ് 87-3. ഇംഗ്ലണ്ട് ഇന്നിംഗ്സിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യൻ സ്പിന്നേഴ്സിനെതിരെ കളിമറന്ന ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ തുടരെ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 13-ാം ഓവറിൽ ഹാരി ബ്രൂക്കിനെ രവി ബിഷ്ണോയ് ബൗൾഡാക്കിയപ്പോൾ 14-ാം ഓവറിലും 16-ാം ഓവറിലും 2 വിക്കറ്റ് വീതം നേടി വരുൺ ചക്രവർത്തി ഇംഗ്ലണ്ടിനെ വൻ തകർച്ചയിലേക്ക് തള്ളിയിട്ടു. 16 ഓവറിൽ 127 എന്ന നിലയിൽ തകർന്നടിഞ്ഞ ഇംഗ്ലണ്ടിനെ രവി ബിഷ്ണോയുടെ ഒരു ഓവറിൽ 3 സിക്സർ അടിച്ച് പ്രത്യാക്രമണം നടത്തിയ ലിവിങ്സ്റ്റന്റെ ബാറ്റിംഗ് ആണ് പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിച്ചത്. 24 ബോളിൽ 43 റൺസ് എടുത്ത ലിവിങ്സ്റ്റനെ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കിയെങ്കിലും വാലറ്റത്ത് മോശമില്ലാത്ത ബാറ്റിംഗ് കാഴ്ചവെച്ച ആദിൽ റാഷിദും മാർക്ക് വൂട്ടും ചേർന്ന് 20 ഓവറിൽ ഇംഗ്ലണ്ട് സ്കോർ ബോർഡ് 171-ലെത്തിച്ചു. 172 റൺസിന്റെ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. 6 ബോളിൽ 3 റൺസ് എടുത്ത സഞ്ജു സാംസൺ സീരീസിലെ 3-ാം കളിയിലും ജോഫ്ര ആർച്ചർക്ക് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 16 റൺസ് മാത്രം. എന്നിരുന്നാലും പതിവ് ശൈലിയിൽ ബാറ്റിംഗ് തുടർന്ന അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സിന് 14 ബോളുകളുടെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 3-ാം ഓവറിലെ 4-ാം പന്തിൽ 24 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് 31-2. തുടർന്ന് വന്ന സൂര്യകുമാർ യാദവിനും തിലക് വർമ്മയ്ക്ക് ഒരു മികച്ച തുടക്കം ലഭിച്ചെങ്കിലും ഇരുവരും ഒരു ലോങ് ഇന്നിംഗ്സ് കളിക്കാതെ പുറത്തായതോടെ ഇന്ത്യ പരാജയം മുന്നിൽ കണ്ടു തുടങ്ങി. ശേഷം വന്ന വാഷിംഗ്ടൺ സുന്ദർ 15 പന്തിൽ 6 റൺസ് എടുത്തൊരു ടെസ്റ്റ് ഇന്നിംഗ്സ് കളിച്ചപ്പോൾ ഇന്ത്യയുടെ റൺ റേറ്റും താന്നു തുടങ്ങി. കൂടുതൽ വിക്കറ്റുകൾ പോകാതിരിക്കാൻ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലിനും ഒരു ഫിനിഷിംഗ് കൊടുക്കാൻ സാധിക്കാതെ വന്നതോടെ ഇന്ത്യയുടെ പതനം പൂർത്തിയായി. ഒടുവിൽ 20 ഓവറിൽ 145 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിൽ ഇന്ത്യ ബാറ്റിംഗ് അവസാനിപ്പിച്ചപ്പോൾ ഇംഗ്ലണ്ട് 26 റൺസിന്റെ വിജയം ആഘോഷിച്ചു. ബൗളിംഗിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ജാമി ഓവർട്ടൺ 4 ഓവറിൽ 24 റൺസിന് 3 വിക്കറ്റും ബ്രൈഡൻ ക്രൈസ്, ജോഫ്ര ആർച്ചർ എന്നിവർ 2 വിക്കറ്റ് വീതവും നേടി. നേരത്തെ ഇന്ത്യക്ക് വേണ്ടി 4 ഓവറിൽ 24 റൺസ് വഴങ്ങി 5 വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തിയുടെ പ്രകടനം പാഴായപ്പോൾ പരമ്പര 2-1 ആവേശകരമായ നിലയിലെത്തി. വരുൺ ചക്രവർത്തി തന്നെയാണ് മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടതും. പരമ്പരയിലെ 4-ാം മത്സരം ജനുവരി 31 പൂനെയിൽ വെച്ച് നടക്കും.